ഇടുക്കി വാഴത്തോപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഉദ്യോഗസ്ഥർ തന്നെ തകർക്കുന്നതായി നാട്ടുകാർ. ചുമതലയിലുള്ള ഡോക്ടർ ഉൾപ്പെടെ പ്രധാന ജീവനക്കാർ പല ദിവസങ്ങളിലും എത്തുന്നില്ലെന്നും താൽക്കാലിക ജീവനക്കാരെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് 6 മണി വരെ പ്രവർത്തിക്കേണ്ട കുടുംബാരോഗ്യ കേന്ദ്രം പലപ്പോഴും ഉച്ചയോടെ പൂട്ടിപ്പോകുന്നതായുമാണ് നാട്ടുകാരുടെ ആരോപണം. ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദിത്ത പ്രവർത്തനങ്ങളും ധിക്കാര നടപടികളും മൂലം വാഴത്തോപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താളം തെറ്റുന്നതായാണ് നാട്ടുകാരുടെ പരാതി. പട്ടികവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടെ സാധാരണക്കാർ അധിവസിക്കുന്ന വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ പിന്നോക്ക മേഖലകളിൽ നിന്നും ചികിത്സ തേടിയെത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്ന നടപടിയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും കാലങ്ങളായി തുടരുന്നതെന്ന് DKTF ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കനാട്ട് ആരോപിച്ചു. ഞാൻ വിളിച്ചറിയിച്ചപ്പോൾ പരാതി രേഖാമൂലം തരുവാൻ ആവശ്യപ്പെടുകയും പരാതി നൽകുകയും ചെയ്തിട്ട് യാതൊരുവിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ സ്ഥാപനത്തിൻ്റെ മെഡിക്കൽ ഓഫീസർ ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഒരു ജീവനക്കാരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹം കരിമ്പൻ ഭാഗത്ത് സ്വകാര്യ സ്ഥാപനം നടത്തി വരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനം മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചികിത്സ ലഭ്യമാക്കാത്തത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയ ശേഷം 6 മണി വരെ പ്രവർത്തിക്കേണ്ടതാണെങ്കിലും പല ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 12 മണി വരെയും 3 മണി വരെയുമൊക്കെയാണ് സ്ഥാപനം തുറക്കുന്നത് എന്ന ആരോപണത്തിന് അടിസ്ഥാനമായി 3 മണിക്ക് പ്രധാന കവാടം പൂട്ടിപ്പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ ക്രമക്കേടുകളെപ്പറ്റി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിൽ ഉൾപ്പെടെ പരാതി നൽകുമെന്നും അനിൽ ആനിക്കനാട്ട് പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പലപ്പോഴും ഇവിടെ രോഗികളെ പരിശോധിക്കാറുള്ളത്. ജീവനക്കാരിൽ പലരും മാസാമാസം ഒപ്പിട്ട് ശമ്പളം വാങ്ങാൻ മാത്രമാണിവിടെ എത്തുന്നതെന്നും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടിയാവശ്യപ്പെട്ട് DKTFന്റെ നേതൃത്വത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അനിൽ ആനിക്കനാട്ട് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.